ഈ സൂം പ്ലാറ്റ്ഫോമിൽ, ഡാളസ് പ്രയർ ലൈൻ എന്ന ഈ സൂം പ്ലാറ്റ്ഫോമിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവദാസീദാസന്മാർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ സൂം പ്രയർ മൂവ്മെന്റിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോസഫ് മാത്യു അവറുകൾ ഈ അനുഗ്രഹീത ശുശ്രൂഷയിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ കോർഡിനേറ്ററായി വർക്ക് ചെയ്യുന്ന ബഹുമാന്യ സഹോദരി സിസ്റ്റർ സന്ധ്യ അവറുകൾ, മറ്റ് സന്നിഹിതരായിരിക്കുന്ന ദൈവദാസീദാസന്മാർ, പ്രിയപ്പെട്ടവർ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ പ്ലാറ്റ്ഫോമിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായി, കാൽവറി ക്രൂശിന്റെ സാക്ഷിയായി ദൈവം നടത്തിയ അനുഭവങ്ങളെ ആത്മാവിൽ നിങ്ങളോട് പങ്കുവെച്ച് ആത്മപ്രചോദനം ഉൾക്കൊള്ളേണ്ടതിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഒരു അവസരം ഒരുക്കിയ ദൈവത്തിന് സകല മഹത്വവും ഞാൻ അർപ്പിക്കുകയാണ്. മുൻപരിചയം നമുക്ക് തമ്മിലില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ എന്നെ തന്നെ ഒരിക്കലായിട്ടൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജോബിൻ ജോൺസൺ. ഞാൻ കൊല്ലം ജില്ലയിലെ കുണ്ടറയ്ക്കടുത്ത് ചീരങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത്, എൻ്റെ മാതൃദേശം കൂടെയാണ്, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കൊല്ലം നോർത്ത് സെന്ററിന്റെ ഭാഗമായിട്ട് ഒരു സഭ 2020 മുതൽ ഒരു സഭ സ്ഥാപിച്ച് അവിടെ പ്രവർത്തിച്ചു പോരുന്നു. അനുഗ്രഹീതമായ നിലയിൽ ഞങ്ങളെ കുടുംബമായി കർത്താവിൻ്റെ വേലയിൽ ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് ശുശ്രൂഷയോടെ നിൽപ്പാൻ കർത്താവ് ഈ കാലഘട്ടങ്ങളിൽ ഇടയാക്കുന്നു. അനുദിനം ദൈവം നടത്തിയ വിധങ്ങൾ, ഇന്നുവരെയും ദൈവം കൊണ്ടുവന്ന വഴികൾ എത്രയോ മഹത്തരവും എത്രയോ അഗോചരവുമായിരുന്നു. പലപ്പോഴും ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മുമ്പിൽ പതറിയപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം, എന്താണ് ഇങ്ങനെ ജീവിക്കുന്നതിൻ്റെ അർത്ഥം എന്നൊക്കെ തോന്നിപ്പോയ അനവധി നിമിഷങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ആ നാളുകളിൽ കഴിയാതെ ഇരുന്നപ്പോൾ സകലത്തെയും നഗ്നവും മലർന്നവുമായി തിരുമുമ്പാകെ ഇരിക്കുന്ന സർവശക്തനായ ദൈവം, നാളെയെപ്പറ്റി വിചാരപ്പെടുന്ന, നമ്മളെപ്പറ്റി ചിന്തിക്കുന്ന, എല്ലാ സർവജ്ഞാനത്താൽ അറിയുന്ന, നമ്മുടെ നാളുകളെ അറിയുന്ന ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇത്തരമേത്തരമായ ദൈവിക പദ്ധതികൾ അതിൻ്റെ പുറകിലുണ്ടായിരുന്നു എന്ന് ഇന്ന് മനസ്സിലാക്കി ജീവിപ്പാൻ ദൈവം തരുന്ന എല്ലാ അവസരങ്ങളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒരു പെന്തക്കോസ്ത് കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളരുന്നത്. എൻ്റെ പിതാവിലൂടെയാണ് ഞങ്ങളുടെ കുടുംബം വിശ്വാസത്തിലേക്ക് വരുന്നത്. അതൊക്കെ എൻ്റെ ജനനത്തിന് മുമ്പ്, അദ്ദേഹത്തിൻ്റെ യൗവനപ്രായത്തിലാണ് എൻ്റെ പിതാവ് പാരമ്പര്യം വിട്ട് വിശ്വാസത്തിലേക്ക് വരുന്നത്. എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിൽ ആദ്യമായിട്ട് വിശ്വാസത്തിലേക്ക് ഇറങ്ങിയ വ്യക്തി എൻ്റെ പിതാവായിരുന്നു. എന്നാൽ എൻ്റെ മാതാവിൻ്റെ കുടുംബം 1-2 തലമുറകളായിട്ട് ഈ വിശ്വാസപാതയിൽ ഉള്ളവരുമായിരുന്നു. അവരുടെ രണ്ടാമത്തെ മകനായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. 1989 സെപ്റ്റംബർ മാസം 3-ാം തീയതിയാണ് ഞാൻ ജനിക്കുന്നത്. എൻ്റെ മാതാപിതാക്കളാൽ കേട്ട അറിവ്, എനിക്ക് അറിവുണ്ടാകുന്നതിന് മുമ്പുള്ള കാലഘട്ടം, കൊച്ചു പ്രായം മുതലേ എപ്പോഴും എനിക്ക് അസുഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു എന്ന് എൻ്റെ മാതാപിതാക്കളാൽ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഓർമ്മയൊക്കെ വെച്ച് നല്ല വളർച്ച വന്ന സമയത്ത് 2003 സെപ്റ്റംബർ മാസം 6-ാം തീയതി എൻ്റെ വീടിൻ്റെ പരിസരത്ത് വെച്ച് എൻ്റെ മാതാപിതാക്കളോടൊപ്പം ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ എതിരെ വന്ന ഒരു ജീപ്പ് ഞങ്ങൾ സഞ്ചരിച്ച വാഹനത്തിൽ വന്ന് ഇടിച്ചു. ഞാൻ ഈ ഓട്ടോറിക്ഷയുടെ വലതുഭാഗത്താണ് ഇരുന്നത്. ഞാനിരുന്ന അതേ ഭാഗത്ത് തന്നെയാണ് ഈ വാഹനം വന്ന് ഇടിക്കാനിടയായത്. അതുകൊണ്ട് തന്നെ അത്ഭുതകരമായിട്ട് എൻ്റെ മാതാപിതാക്കൾ, ആ വാഹനം ഓടിച്ച വ്യക്തി, എൻ്റെ മറ്റൊരു കസിൻ സിസ്റ്റർ അതിനകത്തുണ്ടായിരുന്നു. അവർക്ക് ആർക്കും യാതൊരു ക്ലേശങ്ങളും ഉണ്ടായില്ല. ഈ 2 വാഹനങ്ങളും മറിയുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടും മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. എന്നാൽ ഓട്ടോയുടെ വലതുഭാഗത്ത് യാത്ര ചെയ്ത
എൻ്റെ ശരീരത്തിൽ അതിഗുരുതരമായ പരിക്കുകൾ സംഭവിക്കാനിടയായി. എൻ്റെ വലംകരത്തിൻ്റെ അസ്ഥികളെല്ലാം ഒടിഞ്ഞ് നുറുങ്ങി. ഇടത് കൈയുടെ ഒരു ചൂണ്ടുവിരൽ അപ്പോൾ തന്നെ ഏകദേശം അറ്റ് തൂങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ടായി. ഈ രണ്ട് ഒടിഞ്ഞ കൈയിലും ഒടിഞ്ഞ ഇടത് കൈയുടെ ചൂണ്ടുവിരലിൽ കൂടെയൊക്കെ ആയിട്ട് ഒത്തിരി ബ്ലഡ് ധാരധാരയായിട്ട് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. എന്നാൽ രണ്ട് കൈയിലെ പരിക്കുകളേക്കാൾ എൻ്റെ വയറിൻ്റെ വലതുവശത്തായിട്ട്, സ്റ്റൊമക്കിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് എനിക്ക് അസഹ്യമായ വേദന അനുഭവപ്പെട്ടു. ഒത്തിരി വർഷം മുമ്പാണ്, ഏതാണ്ട് 22 വർഷമാകുന്നു. 2003 ഓടിക്കൂടിയവരെല്ലാം കൂടെ, ഒരു വെളുപ്പാൻ രാവിലെ 4:30-5 മണി സമയമാണ്. ഓടിക്കൂടിയവരെല്ലാം കൂടെ എന്നെ പെട്ടെന്ന് എടുത്ത് കൊല്ലത്തുള്ള ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ പ്രാഥമിക പരിശോധനയിൽ തന്നെ ഡോക്ടർമാർക്ക് എനിക്കെന്തോ മാരക പ്രശ്നമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവരെത്രയും പെട്ടെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് എന്നെ കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. കൊണ്ടുപോകുന്ന വഴിക്ക് ഒക്കെ ഞാൻ ബ്ലഡും മഞ്ഞ നിറത്തിലുള്ള ഒരു ദ്രാവകവും ഒക്കെ ഇങ്ങനെ വൊമിറ്റ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ തന്നെ കാര്യങ്ങൾ ഏകദേശം അതീവ ഗുരുതര സാഹചര്യത്തിലേക്ക് മാറുന്നു എന്ന് മനസ്സിലാക്കി ആ വാഹനം ശീഘ്ര വേഗതയിൽ മെഡിക്കൽ കോളേജിൽ ചെന്നു. അവിടെ നടത്തിയ പ്രാഥമിക പരിശോധനകളിൽ ഡോക്ടർമാർ എൻ്റെ പേരൻസിനോട് പറഞ്ഞത് ഹെവി ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു മേജർ സർജറിക്ക് വിധേയനാക്കണം ഈ കുട്ടിയെ എന്ന് പറഞ്ഞു. അങ്ങനെ ശസ്ത്രക്രിയയ്ക്കായിട്ട് അപ്പോൾ തന്നെ എന്നെ വിധേയനാക്കി. ഏതാണ്ട് മണിക്കൂറുകൾ, 10-12 മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുറത്തു വന്ന ഡോക്ടർമാർ എൻ്റെ മാതാപിതാക്കളോട് അറിയിച്ചത് ഇപ്രകാരമാണ്: ഈ കുട്ടിയുടെ ലിവർ 3 പീസായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റായി പോയ ഒരു സാഹചര്യം ഉണ്ടായി. അതീവ ഗുരുതര സാഹചര്യമാണ്. മനുഷ്യസാധ്യമായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നാൽ ജീവിതത്തിലേക്ക് മടങ്ങി വരിക എന്നത് ഞങ്ങൾക്ക് ഗ്യാരണ്ടി ഒന്നും തരാൻ പറ്റത്തില്ല എന്നൊരു സാഹചര്യം ആണ് വൈദ്യശാസ്ത്ര വിദഗ്ധന്മാർ പറഞ്ഞത്. എന്നാൽ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകുന്നു എന്ന് കർത്താവിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നു. അന്ന് ഇന്നുള്ളതുപോലെയുള്ള ആത്മീയ അനുഭവങ്ങളോ ഒത്തിരി തീക്ഷ്ണമായ ആത്മീയ കാഴ്ചപ്പാടുകളോ അതിന് തക്ക പ്രായമോ പക്വതയോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ മാതാപിതാക്കൾ കേവലം സാധാരണക്കാരായ മനുഷ്യരാണ്. ഒത്തിരി ദൈവശാസ്ത്രമായ അറിവോ ജ്ഞാനമോ ഉള്ള രീതി ഒന്നും ആയിരുന്നില്ല എൻ്റെ മാതാപിതാക്കൾക്ക്. അവർ കേവലം സാധാരണക്കാരായിരുന്നു. എൻ്റെ പിതാവ് ഒരു കൂലിപ്പണിക്കാരനാണ്. എൻ്റെ അമ്മ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കശുവണ്ടി ഫാക്ടറിയിൽ തൊഴിലാളിയായിരുന്നു. അങ്ങനെ ഒരു സാധാരണ കുടുംബമായിരിക്കെ കൊണ്ട് ഒത്തിരി ആത്മീയ അനുഭവങ്ങളൊന്നും ഉള്ളവരായിരുന്നില്ല ഞങ്ങൾ. എന്നാൽ സഭയിലെ എല്ലാ കാര്യങ്ങൾക്കും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയും നമ്മുടെ ലോക്കൽ സഭയോടുള്ള ബന്ധത്തിൽ ഉള്ള ആത്മീയ ബന്ധങ്ങൾക്കപ്പുറം ഒരു തീവ്രമായ ഉന്നതമായ നിലവാരങ്ങളൊന്നും ആ കാലത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ഇപ്രകാരം ഒരു ക്ലേശം എൻ്റെ ജീവിതത്തിൽ നേരിട്ടു. എന്നാൽ തകർന്നു പോകാൻ ദൈവം അനുവദിച്ചില്ല. ചില നഷ്ടങ്ങൾ എനിക്കുണ്ടായി. അതിലൊന്ന്, എൻ്റെ ഇടത് കൈയുടെ ചൂണ്ടുവിരൽ എനിക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോയി. അതൊഴിച്ചാൽ ശരീരത്തിലെ ഒത്തിരി ശസ്ത്രക്രിയ ചെയ്തതിൻ്റെയും ഒക്കെ പാടുകൾ ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ ആ അപകടത്തിൽ നിന്ന് കർത്താവ് അത്ഭുതകരമായിട്ട് എന്നെ വിടുവിച്ചു. മരണപ്പെട്ടു പോകാമായിരുന്നു. ആ അപകടത്തിൽ നിന്ന് എഴുന്നേക്കാൻ കഴിയാത്ത തരത്തിൽ മരണത്തിലേക്ക് പോകാമായിരുന്നു. എങ്കിലും ഇന്നും ഈ അവസരത്തിലും കർത്താവിനെ ഉയർത്തുവാൻ അന്നേ എന്നെപ്പറ്റി ദൈവം പദ്ധതിയിട്ടിരുന്നത് കൊണ്ട് തിരുവചനത്തിൽ നാം വായിക്കുന്നു, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ കണ്ടൊരു ദൈവമുണ്ട്, നമ്മെ അറിഞ്ഞൊരു കർത്താവുണ്ട്. ആ ദൈവത്തിൻ്റെ പദ്ധതി എന്നെപ്പറ്റി ഉള്ളതാകയാൽ അവിടുന്ന് എന്നെ അത്ഭുതകരമായിട്ട് ആ ദുരന്തത്തിൽ നിന്ന് വിടുവിച്ചു. കുറച്ചു കാലം ഞാൻ കിടക്കയിൽ കിടന്നു. കുറച്ചു കാലം അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു. ഒടിഞ്ഞ കയ്യിൽ സ്റ്റീലിടാനുള്ള ശസ്ത്രക്രിയയും
1-2 വർഷങ്ങൾക്ക് ശേഷം അത് റിമൂവ് ചെയ്യാനുള്ള ശസ്ത്രക്രിയ അടക്കമൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോയെങ്കിലും ദൈവത്തിന്റെ വിടുതൽ അനുഭവിപ്പാൻ കർത്താവ് എന്നെ സഹായിച്ചു. കാലങ്ങൾ മുൻപോട്ട് പോയി. 15-ാം വയസ്സിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭാഗ്യം നൽകി. അങ്ങനെ ഒരു സാധാരണ പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളരുന്ന ഒരു തലമുറയ്ക്കുണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളിൽ കൂടെയാണ് ഞാൻ ജീവിച്ചത്. സൺഡേ സ്കൂള്, ഞങ്ങളുടെ ലോക്കൽ ചർച്ചുമായി ബന്ധപ്പെട്ട നല്ല അനുഭവങ്ങൾ. എൻ്റെ മാതൃസഭ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചായിരുന്നു. അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ വളരെ ആക്റ്റീവാണ്. 10-15 വർഷം തുടർമാനമായിട്ട് സൺഡേ സ്കൂൾ പഠനം. അപ്പം ദൈവവചനത്തിൻ്റെ പ്രാഥമിക അറിവും അതിൻ്റെതായ സത്യങ്ങളും ബോധ്യങ്ങളും ഒക്കെ എനിക്കും നന്നായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു തീവ്രമായ ആത്മീക അനുഭവങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും, തീർച്ചയായിട്ടും അങ്ങനെ ഒരു അനുഭവം എനിക്കില്ലായിരുന്നു. അങ്ങനെ കാലങ്ങൾ മുൻപോട്ട് പോയി. എൻ്റെ 18-ാമത്തെ വയസ്സിൽ, അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അപകടത്തിൻ്റെ സാഹചര്യങ്ങളെല്ലാം മാറി. കയ്യിലൊരു ഫിംഗർ നഷ്ടപ്പെട്ടൊരു അനുഭവം. ഒരുപക്ഷെ എത്ര പേരത് ഓൺലൈനിൽ കൂടെ കാണുന്നുണ്ട്, എൻ്റെ ശബ്ദം കേൾക്കുന്നതല്ലാതെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, എൻ്റെ ഇടത് കയ്യിലൊരു ചൂണ്ടുവിരൽ മിസ്സായിരിക്കുന്നത്. ആ ഒരു സാഹചര്യം ഒഴിച്ച് വേറെ ബുദ്ധിമുട്ടുകളൊന്നും എനിക്കുണ്ടായിട്ടില്ല. സാഹചര്യങ്ങൾ മുമ്പോട്ട് പോയി. 18-ാമത്തെ വയസ്സിൽ ഞങ്ങളുടെ ഒരു പഴയ വീടായിരുന്നു ആ സമയത്ത്. ആ വീട് പൊളിച്ച് ഒരു പുതിയ വീട് വെക്കേണ്ട അത്യാവശ്യ ഘട്ടത്തിലേക്ക് ഞങ്ങൾ എത്തി. ആ വീടിൻ്റെ ഭൗതികമായ അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ വല്ലാതെ മാറ്റപ്പെട്ടു. അത് ഏകദേശം തകർന്ന് വീഴുന്ന ഒരു അനുഭവത്തിലേക്കൊക്കെ വന്നപ്പോൾ ഞങ്ങളത് പൊളിച്ചു മാറ്റി ഒരു പുതിയ വീട് ചമപ്പാൻ ആഗ്രഹിച്ച് അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു. പഴയ വീട് നിന്ന സ്ഥലത്ത് തന്നെയാണ് ഒരു താൽക്കാലികമായിട്ടൊരു ഷെഡ് ഞങ്ങൾ താമസത്തിനായിട്ടുണ്ടാക്കി. അപ്പം ഞാനും, എനിക്ക് മൂത്ത ഒരു സഹോദരനാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി വലിയ സാഹചര്യങ്ങളൊന്നും വേണമെന്ന് നിർബന്ധമില്ല. ഒത്തിരി സുരക്ഷാ സാഹചര്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നാട്ടുംപുറമാണ്, സാധാരണക്കാരാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഒരു പുതിയ വീട് ചമപ്പാനുള്ള അതിൻ്റെ പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് 18 വയസ്സുണ്ട്, എൻ്റെ ചേട്ടൻ 20 വയസ്സ്. എൻ്റെ മാതാപിതാക്കളൊക്കെ നല്ല യൗവനത്തിലാണ്, നന്നായി കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യരാണ്. അപ്പോൾ ഞങ്ങളാൽ തന്നെ സ്വയമായി തന്നെ പല കാര്യങ്ങളും ഞങ്ങൾ ക്രമീകരിക്കുകയുണ്ടായി. അങ്ങനെ വീട് പണിയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുമ്പോൾ ഏകദേശം ഈ സമയത്തിന് ഒരു 1.5 വർഷം മുമ്പേ എൻ്റെ വലത് കാലിൻ്റെ കൊതുമ്പല്ലെന്ന് പറയും, ടിബിയ എന്ന് പറയുന്ന മുട്ടിന് താഴോട്ടുള്ള പ്രധാനപ്പെട്ട അസ്ഥിയുടെ മുൻവശത്തായിട്ട്, നമ്മുടെ കാലിൽ മാംസം വളരെ കുറവുള്ള ആ കാലിൻ്റെ മുൻവശത്തായിട്ട് ഒരു ചെറിയ ഗ്രോത്ത് ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞ് മുഴ. അത് ഒരു 1.5 വർഷം കൊണ്ട് അത് വളർന്നൊരു കൊച്ചു നെല്ലിക്കയുടെ വലിപ്പത്തിൽ ഇങ്ങനെ കാലിൽ നിൽപ്പുണ്ട്. പക്ഷെ എനിക്കൊരു വേദനയോ ബുദ്ധിമുട്ടോ ഭാരങ്ങളോ ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. തന്നെയുമല്ല, അന്നത്തെ ഒരു സാഹചര്യത്തിലൊക്കെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു പാടോ ഒരു ചെറിയ ഗ്രോത്തോ ഒന്നും കണ്ടാൽ ആശുപത്രിയിൽ പോകുന്ന ഒരു രീതിയൊന്നും അന്നത്തെ ഒരു സാഹചര്യത്തിൽ എനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ വീട് പണിയോടുള്ള ബന്ധത്തിൽ അല്പം കായികമായ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എൻ്റെ വലത് കാല്, ഈ മുഴയുണ്ടായിരുന്ന ഒരു വലത്തെ കാലിലാണ്, വലത് കാല് നന്നായിട്ട് ടയേർഡ് ആകുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. അപ്പോൾ അത് അത്ര നോർമൽ അല്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് ഈ കാര്യം പറയുകയും തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ ഹോസ്പിറ്റലിൽ, അത്യാവശ്യം ക്രമീകരണങ്ങളൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ഡോക്ടറെ അവിടെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അദ്ദേഹം ഈ മുഴയൊക്കെ നോക്കി ഒരു എക്സ്റേ ഒക്കെ എടുത്തിട്ട് പറഞ്ഞു, ഒരുപക്ഷെ ഈ മുഴ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഏതെങ്കിലും നരമ്പുകളെയൊക്കെ അത് ഞെരുക്കുന്നുണ്ടായിരിക്കും, അതായിരിക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. എന്തായാലും ഇതിവിടെ വെച്ചേക്കണ്ട, കൈയോടെ നമുക്ക് ഇതങ്ങ് എടുത്തു മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ അവിടെ അഡ്മിറ്റായി. തൊട്ടടുത്ത ദിവസം തന്നെ ഒരു ചെറിയ ശസ്ത്രക്രിയ നടത്തി കാലയിലെ ആ ഗ്രോത്ത് റിമൂവ് ചെയ്തു. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രയാസങ്ങൾ എനിക്ക് മാറിയതുപോലെ അനുഭവപ്പെടാൻ തുടങ്ങി. അങ്ങനെ 1-2 ആഴ്ചകൾ കഴിഞ്ഞു. കാലിലെ സ്റ്റിച്ചൊക്കെ എടുത്തു, മുറിവൊക്കെ കരിഞ്ഞു, വളരെ നോർമൽ ലെവലിലേക്ക് വന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അങ്ങനെ എനിക്ക് പെട്ടെന്നൊരു ദിവസം ഈ ആശുപത്രിയിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു. ഞാനും എൻ്റെ മാതാവും കൂടെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ ഞങ്ങളെ അടുത്തേക്ക് വിളിച്ചിട്ട്
ആ ഡോക്ടറിന്റെ അടുക്കലേക്ക് വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, വളരെ നിരാശയോടെ ഞങ്ങളോട് പറഞ്ഞു, ഈ മോന്റെ കാലേനെടുത്ത മുഴയ്ക്കകത്ത് ബയോപ്സി പരിശോധന നമ്മൾ നടത്തിയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ല, അങ്ങനെ ഒരു പരിശോധന ഉണ്ടെന്ന് പോലും എനിക്ക് ആ കാലഘട്ടത്തിൽ അറിയത്തില്ല. നടത്തിയിരുന്നു. അപ്പോൾ അതിന്റെ റിസൾട്ടിനകത്ത് അല്പം ഒരു പ്രയാസം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്തുള്ള റീജിയണൽ ക്യാൻസർ സെന്ററുമായി ബന്ധപ്പെടണമെന്ന് പറഞ്ഞു. കേട്ടപ്പോൾ ആകെപ്പാടെ ഒരു ഫ്രീസ് മൈൻഡായി. എന്താ സംഭവിക്കുന്നതെന്ന്. കാരണം സ്വപ്നത്തിൽ പോലും നനച്ചിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സാഹചര്യം. മനുഷ്യന്റെ കൈകാലുകളിൽ ഒക്കെ ഇത്തരം മാരകമായ രോഗങ്ങൾ വരുമെന്ന് അന്ന് വരെ ഞാൻ കേട്ടിട്ടേ ഇല്ല. ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. വല്ലാത്ത ആശങ്ക ഉണ്ടാക്കി. വളരെ പ്രയാസത്തോടെ ഞങ്ങൾ ഭവനത്തിൽ തിരിച്ചു വന്നു. എൻ്റെ സഭയും സമൂഹവും ബന്ധുമിത്രാദികളും ഒക്കെ ഒത്തുകൂടി പ്രാർത്ഥനകളൊക്കെ നടത്തി. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇങ്ങനൊരു പ്രയാസത്തെ പറ്റി കേട്ടപ്പോൾ. അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾ RCCയിലേക്ക് കടന്നുപോയി. എൻ്റെ കാലേനെടുത്ത മുഴയുടെ ഒരു ഭാഗം, ഒരു സ്പെസിമെൻ, ഒരു ബോട്ടിലിൽ പാക്ക് ചെയ്ത് അവർ ഞങ്ങൾക്ക് തന്നു. അത് RCCയിൽ പുനഃപരിശോധനയ്ക്കായിട്ട് ഞങ്ങൾ കൊണ്ടു കൊടുത്തു. അവിടെ അഡ്മിഷനൊക്കെ എടുത്തു. പുനഃപരിശോധനയുടെ റിസൾട്ടിന് ശേഷമേ മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അങ്ങനെ ഏതാണ്ട് ഒരു 2-2.5 ആഴ്ച, 3 ആഴ്ചയോളം കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. അത്രയും നാൾ ശക്തമായ പ്രാർത്ഥനയിലൊക്കെ മുൻപോട്ട് പോയി. വളരെ പ്രതീക്ഷയോടെ അവർ പറഞ്ഞ സമയത്ത് ഞങ്ങൾ വീണ്ടും RCCയിൽ ചെന്നു. എന്നാൽ ഒത്തിരി നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് അവിടെ ഉണ്ടായത്. സോഫ്റ്റ് ടിഷ്യൂ സാർക്കോമ എന്ന് പറയുന്ന മനുഷ്യന്റെ ഏത് അവയവത്തെയും കാർന്നു തിന്നാൻ കഴിയുന്ന ഏറ്റവും മാരകമായ ഒരു ക്യാൻസർ രോഗമാണ് എൻ്റെ ശരീരത്തിൽ വന്നിരിക്കുന്നത് എന്ന് വൈദ്യശാസ്ത്രത്തിൻ്റെ റിപ്പോർട്ട് വന്നു. വളരെ പ്രയാസമുണ്ടാക്കിയ, വളരെ വേദനയുണ്ടാക്കിയ ഒരു അനുഭവമായിരുന്നു അത്. ഒത്തിരി നിരാശയിലേക്ക് പോയി. എന്നാൽ ആ സാഹചര്യത്തെ നേരിടാനുള്ള ഒരു ആത്മീയ അനുഭവമോ മനക്കരുത്തോ ഒന്നും ആ കാലഘട്ടത്തിൽ എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം ശക്തീകരിച്ചു കൊണ്ടേയിരുന്നു. ദൈവത്തിന്റെ പദ്ധതിയാണല്ലോ. അങ്ങനെ RCCയിൽ വീണ്ടും കാല് ശസ്ത്രക്രിയ ചെയ്യണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടതിന് പ്രകാരം ഞാൻ അവിടെ അഡ്മിറ്റായി. എൻ്റെ കാല് വീണ്ടും അവിടെ സർജറി നടത്തി. സർജറിക്ക് ശേഷം ആ നടത്തിയ സർജറിയുടെ റിസൾട്ടുകൾ വരുമ്പോഴും രോഗത്തിൻ്റെ സാഹചര്യങ്ങളെ അവർ സ്ഥിരീകരിക്കാനിടയായി. അങ്ങനെ അവർ തുടർമാനമായി അടുത്ത ചികിത്സകൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിൽ RCC എന്ന് പറയുന്ന ആശുപത്രിയുടെ വരാന്തകളിലേക്ക് എൻ്റെ ആ ടീനേജിൻ്റെ പാരമ്യ സമയങ്ങളെ എടുത്തെറിയപ്പെട്ടു. ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയുടെ ഒരു കാലഘട്ടമാണത്. ഓർത്തെടുക്കുമ്പോൾ കണ്ടമിടറുകയും കണ്ണു നിറയുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങളാണ് ആ കാലഘട്ടത്തിൽ എനിക്ക് നേരിടേണ്ടി വന്നത്. സർജറി കഴിഞ്ഞു. 28 തവണ എൻ്റെ വലത് കാലിൽ റേഡിയേഷൻ ചെയ്യാനായിട്ടിടയായി. 6 കീമോതെറാപ്പി എൻ്റെ ശരീരത്തിൽ ചെയ്തു. പറയാൻ നിമിഷമേ എടുത്തുള്ളെങ്കിലും ചെയ്യാൻ ഒരു വർഷത്തിലധികം എടുത്തു. 18ാം വയസ്സിൽ ജീവിതത്തെപ്പറ്റി ഏറ്റവും നല്ല സ്വപ്നങ്ങൾ, അങ്ങനെ മരണത്തെ പറ്റിയോ അതിൻ്റെ അലയൊലികളെ പറ്റിയോ അത്തരത്തിലുള്ള ചിന്താഗതികളൊന്നും ലവലേശം മനസ്സിൽ വരാത്ത, ലോകം മുഴുവൻ നമുക്ക് വേണ്ടി ഉള്ളതാണെന്നൊക്കെ ചിന്തിക്കുന്ന ആ നല്ല യൗവനത്തിൽ എന്നെപ്പോലെ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം, ഏത് മനുഷ്യൻ്റെയും അവസാന സമയം എന്ന് ചിന്തിക്കാൻ കഴിയുന്ന, ആരെയും ഭയപ്പെടുത്തുന്ന RCC എന്ന ക്യാൻസർ സെന്ററിൻ്റെ വരാന്തകളിലേക്ക് ജീവിതം എടുത്തെറിയപ്പെട്ടപ്പോൾ ഞാനും എല്ലാവരെ പോലെ കരുതി എൻ്റെ ജീവിതം തീർന്നു, എനിക്കിനിയൊരു ഭാവി ഉണ്ടാകത്തില്ല, എനിക്കിനി മുമ്പോട്ടൊരു ജീവിതമില്ല, ഉടനെ അവസാനിച്ചു പോകുമെന്ന് ഞാൻ ചിന്തിച്ചു. ഈ കീമോയുടെയും റേഡിയേഷൻ്റെയും ആ ചികിത്സകളുടെയൊക്കെ കാലഘട്ടം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വേദനപ്പെടുത്തുന്ന അനുഭവങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഭവനത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങളൊന്നും
ഒട്ടും അനുകൂലമല്ല. ക്യാൻസറിൻ്റെ അത്തരത്തിലുള്ള ഒരു മുഖത്തെ പറ്റി ഞാൻ പറയാതെ തന്നെ അനുഭവങ്ങളുള്ളവരും അറിയാവുന്നവരുമാണ് ഈ കാലഘട്ടത്തിലെ നമ്മൾ ഓരോരുത്തരും. ഒത്തിരി ക്ലേശങ്ങളുണ്ടായി, ഒത്തിരി ഭാരങ്ങളുണ്ടായി, ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായി. എന്നോടൊപ്പം അന്ന് ചികിത്സയിലിരുന്ന ഒരു കർത്താവിൻ്റെ ദാസന്റെ ഭാര്യ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് 18 വയസ്സ് പ്രായമുണ്ട്. ആ സഹോദരിക്ക്, ആ ചേച്ചിക്ക് അന്നൊരു 28 വയസ്സ് പ്രായം കാണും. ഞാൻ ഇന്നെന്നതുപോലെ ഓർക്കുന്നുണ്ട്. അവരും ഒത്തിരി പരിമിതമായ സാഹചര്യങ്ങളുള്ളവരായതുകൊണ്ട് അവർ എറണാകുളം ജില്ലക്കാരായിരുന്നു. അവർ ചികിത്സയ്ക്ക് വരുമ്പോൾ അതേ സമയത്ത് തന്നെയായിരുന്നു എൻ്റെയും ചികിത്സകൾ നടക്കുന്നത്. അപ്പോൾ ഒരു കർത്താവിൻ്റെ ദാസനാണ്, ഞങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ഒരേ സാഹചര്യം ഉണ്ടായപ്പോൾ പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് റൂം ഷെയർ ചെയ്യുകയും, കാരണം അന്നൊക്കെ ഭൗതിക സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് റൂമൊക്കെ ഷെയർ ചെയ്ത് പരസ്പരം ബലപ്പെടുത്തുകയും ആശ്വാസ വാക്കുകൾ പറയുകയും ഒക്കെ ചെയ്യുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ നാലാമത്തെ കീമോയ്ക്കായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ വിളിക്കുക. ഇന്നത്തെ പോലെ അത്രയും ഒരു സുഗമമല്ല നമ്മുടെ വിനിമയ സംവിധാനങ്ങൾ ഒക്കെ, ആശയവിനിമയ സംവിധാനങ്ങളൊക്കെ. ഇടയ്ക്ക് വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ആ ദൈവദാസനും ആ പ്രിയപ്പെട്ട സഹോദരിയും ഒക്കെ. എന്നാൽ എൻ്റെ നാലാമത്തെ കീമോയ്ക്കായിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ, നല്ല വെളുത്ത ശരീരമുള്ള ഈ ദൈവത്തിൻ്റെ ദാസൻ വളരെ വിഷണ്ണനായി, കരഞ്ഞ് ചുവന്ന മുഖവുമായിട്ട് അവിടെ നിൽക്കുകയും RCCയുടെ എമർജൻസി വാർഡിൻ്റെ മുമ്പിലേക്ക് ചെന്ന് എന്നെ കണ്ടപ്പോൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് വല്ലാതെ പൊട്ടിക്കരയുന്ന ഒരു അനുഭവമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. മാത്ര കഴിയും മുമ്പ് അവിടുത്തെ ആ ഗ്ലാസ് ഡോർ തുറന്ന് ഒരു വെള്ള പുതച്ച ശരീരം പുറത്തേക്ക് കൊണ്ടുവരുന്നു. എനിക്ക് മനസ്സിലായി അത് ആ പ്രിയപ്പെട്ടവളായിരുന്നു. ആ പ്രിയപ്പെട്ടവൾ ഈ ലോകം വിട്ടുപോയി. ഏറ്റവും വലിയ ഭീതിപ്പെടുത്തിയ ഒരു സംഗതി എന്ന് പറയുന്നത്, എനിക്കുണ്ടായ അതേ രോഗം തന്നെയായിരുന്നു ആ സഹോദരിക്കും ഉണ്ടായിരുന്നു. എൻ്റെ മുട്ടിൻ്റെ താഴെയായിട്ട് പാദത്തിന് അല്പം മേളിലായിട്ടാണ് രോഗം വന്നത്. ആ സഹോദരിക്ക് രോഗം വന്നത് തൻ്റെ തുടയെല്ലിൻ്റെ ഭാഗത്തായിരുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഏകദേശം അതിൻ്റെ ക്ലിനിക്കൽ നെയിമൊക്കെ സെയിം ആയിരുന്നു. അപ്പം ആ പ്രിയപ്പെട്ടവൾ മരണത്തിന് കീഴടങ്ങിയപ്പോൾ ഞാൻ ഏകദേശം ഉറപ്പിച്ചു, എനിക്കും ഇനി ഇതുപോലെയൊക്കെ ഉടനെ പോകേണ്ടി വരും. എൻ്റെ മാതാപിതാക്കൾ ഇതുപോലെ കരഞ്ഞ് നിലവിളിച്ചു നിൽക്കുന്ന നാളുകൾ വിദൂരമല്ല എന്ന ഒരു ചിന്ത എന്നെ വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയി. വല്ലാത്തൊരു വേദന എൻ്റെ അകത്തുണ്ടായി. അങ്ങനെ ആശ്വാസത്തിൻ്റെ കിരണങ്ങളൊന്നും കാണാതെ ഇരുന്നു. മരണം സ്വീകരിപ്പാൻ എൻ്റെ ഹൃദയം ഒരുങ്ങിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഭവനത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഭീകരമായ പ്രതിസന്ധികളൊക്കെ നിമിത്തം സകല പ്രതീക്ഷകളും നഷ്ടപ്പെടുകയും ഞാൻ ഒരു ബാധ്യതയായി തീരുന്നു എന്ന തോന്നലൊക്കെ എൻ്റെ അകത്തുണ്ടായപ്പോൾ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്ത ഞാൻ, വിശ്വാസ അനുഭവമുണ്ടെന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ അകത്ത് പിശാചൊരു ചിന്ത കൊണ്ടിട്ടു, നീ എന്തിനിങ്ങനെ ജീവിക്കുന്നു? വേഗത്തിൽ ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുക്കാൻ പിശാച് എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതിനെപ്പറ്റിയുള്ള ചിന്തകളൊക്കെ എൻ്റെ ആ കുഞ്ഞു ഹൃദയത്തിനകത്ത്, ചാബല്യമുള്ള ഹൃദയത്തിനകത്തേക്ക് വന്ന് ഇടിച്ചു കയറിയപ്പോൾ, അപ്പോൾ തലമുടിയൊക്കെ കൊഴിഞ്ഞു, ശരീരത്തിൻ്റെ രോമങ്ങളെല്ലാം കൊഴിഞ്ഞുപോയി. അന്ന് പൊടിമീശയൊക്കെ വന്ന കാലഘട്ടത്തിൽ അതെല്ലാം മാറി വിരൂപതയുടെ ഒരു അനുഭവത്തിൽ കറുത്ത് കരിവാളിച്ച് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം കോരി കഴിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ, അല്ലെങ്കിൽ തോന്നാത്ത തരത്തിൽ ഉള്ള കീമോയുടെ അതിപ്രസരത്താൽ അതിൻ്റെ ആ സൈഡ് എഫക്റ്റ് ഒക്കെ കൊണ്ട് ഭീകരമായ അനുഭവങ്ങളൊക്കെ പേറി ഇങ്ങനെ പോകുന്നുണ്ട്. എനിക്ക് തോന്നി, എന്തിനിങ്ങനെ ജീവിക്കണം, ആത്മഹത്യ ചെയ്ത് കളയാമെന്ന ചിന്തയൊക്കെ എന്നെ ഭരിച്ചുകൊണ്ടിരിക്കെ, ഞങ്ങളുടെ സഭയുടെ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയമായിരുന്നു അത്. ഒത്തിരി പ്രിയപ്പെട്ടവർ ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ, ഒരിക്കൽ അവിടെ ശുശ്രൂഷയ്ക്കായിട്ട് വന്ന കർത്താവിൻ്റെ ദാസൻ എൻ്റെ പേര് പറഞ്ഞില്ല, എൻ്റെ തലയെ കൈവച്ചില്ല, ഒന്നും ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ വചന ശുശ്രൂഷയിൽ അദ്ദേഹം ആത്മാവിൽ വിളിച്ചു പറഞ്ഞ വാക്കുകളൊക്കെ ഇടിമുഴക്കം പോലെ എൻ്റെ ഹൃദയത്തിനകത്തേക്ക് വന്ന് പതിക്കാനിടയായി. എനിക്ക് മനസ്സിലായി വാക്കുകളൊക്കെ എന്നോടാണ്, നീ ആത്മഹത്യ ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു മങ്കി ക്യാപ്പൊക്കെ വെച്ച് ചർച്ചിൻ്റെ ഏറ്റവും പുറയിലത്തെ റോയിലാണ് പോയിരിക്കുന്നത്. കാരണം സമപ്രായക്കാരുടെ മുമ്പിൽ ഒന്നും ചെന്ന് നിൽക്കാനോ കാണാനോ ഉള്ള മനസ്സ്, ചാബല്യമുള്ള എൻ്റെ ആ 18-ാം വയസ്സിലെ ഹൃദയത്തിന് ഇല്ലായിരുന്നു. കാരണം ഒത്തിരി വിരൂപമായി എൻ്റെ മുഖവും ഒക്കെ, ഹീമോയുടെയും റേഡിയേഷൻ്റെയൊക്കെ അതിപ്രസരത്താൽ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ടായിരുന്നു.
എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ മേലുള്ളത് കൊണ്ട് ആ രാത്രിയിൽ, ആ വചനം കേട്ട രാത്രിയിൽ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ആത്മാഭിഷേകം പ്രാപിക്കുന്നത് ഒരു ഉപവാസ പ്രാർത്ഥനയുടെ നടുവിലല്ല, ഒരു ക്യാമ്പിന്റെ നടുവിലല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക അന്തരീക്ഷത്തിന്റെ നടുവിലല്ല. ആരുമില്ലാതിരിക്കുന്ന സമയത്ത്, വേദനപ്പെട്ട് ഹൃദയം തകർന്ന് മരണമല്ലേ ഇനി മുമ്പിലുള്ള വഴി എന്ന ചിന്തയ്ക്ക് മുമ്പിൽ ഒരു ഇമ്പമാർന്ന ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, അന്ന് കേട്ട വചനങ്ങൾ എൻ്റെ കാതിൽ മുഴങ്ങിക്കൊണ്ട് പിന്നെയും പിന്നെയും എൻ്റെ ചിന്താധാരകളെ അത് ഭരിച്ചുകൊണ്ടിരിക്കെ, ഒരു രാത്രിയുടെ യാമത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ശരീരത്തിലേക്ക്, എൻ്റെ ആത്മാവിലേക്ക്, എൻ്റെ ദേഹിയിലേക്ക് ഇറങ്ങി വരുവാനിടയായി. ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. എൻ്റെ അകത്ത് ആത്മശക്തി വ്യാപരിക്കാൻ തുടങ്ങി. അന്യഭാഷ അടയാളത്തോടെ ഞാൻ ആത്മാവിൽ സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, അത് കേട്ട മാത്രയിൽ എൻ്റെ ക്യാൻസർ സൗഖ്യമായില്ല. എന്നാൽ എൻ്റെ അകത്ത് മരണത്തെ പറ്റിയുള്ള ഭീതി, ഞാൻ ഈ നിന്ന നിപ്പിൽ ഉരുണ്ടു വീണ് ഇപ്പോൾ മരിച്ചു പോകുമല്ലോ എന്ന് ചിന്തിച്ചു തുടങ്ങിയ, ആത്മഹത്യ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചു കൊണ്ടിരുന്ന ആ ദുഷ്ടവ്യാപാരത്തിൻ്റെ ശക്തി ഈ എൻ്റെ അകത്ത് നിന്ന് നിർമൂലമാക്കപ്പെടാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്താൽ ഇടയായി തീർന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടെ വെച്ച് ആ സമയം മുതൽ എൻ്റെ സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, വചനം വായിക്കാൻ തുടങ്ങി, ദൈവത്തോട് കൂടുതൽ അടുക്കാൻ തുടങ്ങി. പിന്നെയും 1-2 കീമോയും കൂടെ എനിക്ക് എടുക്കേണ്ടി വന്നു. എങ്കിലും 6ാമത്തെ കീമോ കഴിഞ്ഞ് അടുത്ത തുടർ ചികിത്സകൾക്ക് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുമ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ജോബിൻ, ഒരു ഓൾ ബോഡി ചെക്കപ്പ് നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ശരീരം മാസകലമുള്ള ഒരു സ്കാനിങ്ങും പരിശോധനകളും ഒക്കെ നടത്തി. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, താങ്കൾ ക്യാൻസർ രോഗത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തനായിരിക്കുന്നു. തീർന്നില്ല, കേൾക്കണമേ സഹോദരങ്ങളെ. അവിടെ വെച്ച് ഞാൻ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു. അതിനു മുമ്പേ ആ തീരുമാനം ഞാൻ എടുത്തിരുന്നു. കർത്താവേ, എനിക്ക് ആയുസ്സും ആരോഗ്യവും അങ്ങ് തരുന്നെങ്കിൽ ദൈവത്തിന്റെ വിളി ഞാൻ കേൾക്കുന്നു. കർത്താവ് എന്നെ പറ്റി ഇടുന്ന പദ്ധതികളെ ഞാൻ കാണുന്നു. അവിടുത്തെ വേലയ്ക്കായി ഞാൻ സമർപ്പിക്കുന്നു എന്ന് തീരുമാനം നേരത്തെ എടുത്തിരുന്നു. അങ്ങനെ ദൈവം എനിക്ക് നൽകിയ ആശ്വാസത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട് തിരുവചന പഠനത്തിനായിട്ട്, അന്ന് എൻ്റെ മാതൃസഭ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് ആയിരുന്നു. ഞാൻ പുല്ലൂരിലുള്ള AGയുടെ സെമിനാരിയിൽ ആദ്യം പോയി കർത്താവിന്റെ വചനം പഠിച്ചു. കൂട്ടുകാർ പരമായി ആനന്ദ തൈലം കൊണ്ട് നമ്മെ അഭിഷേകം ചെയ്യുന്ന ദൈവം മരണത്തിന്റെ അഗാധ കൂപങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്നെ ആവേശഭരിതനാക്കി ശുശ്രൂഷയിലേക്ക് ഇറക്കി. എനിക്ക് ഒത്തിരി ആവേശമായിരുന്നു കർത്താവിന്റെ വേല ചെയ്യാൻ. വളരെ നല്ല രീതിയിൽ ദൈവവചന പഠനമൊക്കെ പൂർത്തീകരിപ്പാൻ ദൈവം എനിക്ക് അവസരം തന്നു. വീണ്ടും മറ്റൊരു സ്ഥാപനത്തിൽ കൂടെ, SABC എന്ന് പറയും, ബാംഗ്ലൂരിലുള്ള സദൻ ഏഷ്യ ബൈബിൾ കോളേജ്, അവിടെയും ദൈവത്തിന്റെ വചനം വീണ്ടും പഠിക്കാൻ കർത്താവ് എനിക്ക് അവസരങ്ങളെ തന്നു. ആ കാലഘട്ടങ്ങളൊക്കെ വലിയ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളുടെ ഒരു കാലഘട്ടമാണ്. എല്ലാം വിശദീകരിക്കാൻ സമയമില്ലല്ലോ. ശുശ്രൂഷയിലൊക്കെ ദൈവം അവസരങ്ങളെ ഒരുക്കി അനേകരെ ജീവിപ്പിക്കുന്ന അനുഭവ സാക്ഷ്യമായിട്ട് ഒക്കെ വിവിധയിടങ്ങളിൽ കടന്നുപോയി ദൈവത്തെ ശുശ്രൂഷിപ്പാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബത്തിന്റെ സാഹചര്യങ്ങൾക്കും കർത്താവ് വ്യത്യാസം വരുത്തി. എനിക്ക് മൂത്തൊരു സഹോദരനുണ്ടെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. അദ്ദേഹത്തിന് ദൈവം കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യത്ത് ഒരു തൊഴിൽ കൊടുത്തു. അവന്റെ ദീർഘവർഷങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഒക്കെ ഫലമായിട്ട് ഞങ്ങൾക്ക് കർത്താവ് ഇന്നൊരു നല്ല ഭവനമൊക്കെ ഈ ദേശത്ത് തന്നു. അത്തരത്തിലുള്ള നല്ല അനുഭവങ്ങളിലേക്കൊക്കെ ദൈവം നടത്തി. 6 വർഷം കർത്താവിന്റെ വചനം ഞാൻ പഠിച്ചു. സമൃദ്ധമായിട്ട് ദൈവം നടത്തി. ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്നു. ഉന്നതന്മാരുടെ കൂടെ ഒക്കെ ദൈവവചനം പഠിക്കാൻ ദൈവം അവസരം നൽകി. ശ്രേഷ്ഠമായി ദൈവം നടത്തി. അങ്ങനെ 2016 ഞാൻ എൻ്റെ MD പഠനമൊക്കെ കഴിഞ്ഞ് തിരുവല്ലയ്ക്കടുത്ത് കാക്കത്തുരുത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ, ഒരു ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷനോടുള്ള ബന്ധത്തിൽ ഞാൻ അവിടെ ഒരു സഭാസ്ഥാപന ലക്ഷ്യത്തോടെ പ്രവർത്തിപ്പാൻ തുടങ്ങി. അപ്പോൾ ഒത്തിരി കാലങ്ങൾ കഴിഞ്ഞു. ക്യാൻസറൊക്കെ വന്നത് 18 വയസ്സിലാണ്. ഒത്തിരി മുതിർന്നു. അതിലുപരി ദൈവവുമായിട്ട് അഭേദ്യമായ ബന്ധം, ശുശ്രൂഷയുടെ നല്ല അനുഭവങ്ങൾ, അത്തരത്തിലൊക്കെ ദൈവം മാനിച്ചു.
നല്ല ദൈവശാസ്ത്ര പഠനമൊക്കെ നടത്തി. 27 വയസ്സ്, നല്ല പ്രായം, നല്ല യൗവനം, പുതിയ ജീവിത സാഹചര്യങ്ങൾ, നല്ല അനുഭവങ്ങളിലേക്കൊക്കെ വന്നു. 27ാമത്തെ വയസ്സിൽ ഞാൻ തിരുവല്ലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുൻകാലങ്ങളിൽ വന്ന അനുഭവങ്ങളും രോഗങ്ങളും അതിൻ്റെ സാഹചര്യങ്ങളും ഒക്കെ ഓർക്കാറുണ്ട്. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പ്രാർത്ഥനാ മുറിയിൽ അനുഭവ സാക്ഷ്യം പറയുമ്പോഴൊക്കെ ഓർക്കുമെന്നല്ലാതെ അതിൻ്റെ ഒരു അലയോ ഒലിയോ ബുദ്ധിമുട്ടുകളോ ഒന്നും ആ കാലഘട്ടത്തിൽ എനിക്ക് ഉണ്ടായിരുന്നില്ല. കാലയിൽ റേഡിയേഷൻ ചെയ്ത ഭാഗത്ത് ഒരു ചെറിയ ബ്ലാക്ക് സ്പോട്ട് പോലെ കിടപ്പുണ്ടെന്നല്ലാതെ വേറെ ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായിട്ടില്ല. 27 വയസ്സ് വരെ ഞാൻ പൂർണ്ണ ആരോഗ്യവാനായിട്ട്, പൂർണ്ണ എല്ലാം, ക്രിക്കറ്റ് കളിക്കാം, വണ്ടി ഓടിക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വളരെ നോർമലായിട്ട് തന്നെ ഒരു ജീവിച്ച വ്യക്തിയാണ് ഞാൻ. എന്നാൽ എൻ്റെ 27ാമത്തെ വയസ്സിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് 8-9 വർഷങ്ങൾക്ക് മുൻപ് വന്ന് മാറിപ്പോയ ആ രോഗത്തിൻ്റെ സാഹചര്യം, വലങ്കാലിൽ മുൻപ് രോഗം വന്ന അതേ സ്ഥാനത്ത് അത് വീണ്ടും വന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ല. ദൈവത്തോട് ഇത്രയും അടുത്ത്, ഇത്രയും നല്ല അനുഭവങ്ങളിൽ കൂടെ ആത്മീയ ശുശ്രൂഷയിലൊക്കെ ശോഭിച്ച്, കർത്താവെ ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ 27ാം വയസ്സിൽ കാലയിൽ അതേ സ്ഥലത്ത് വീണ്ടും രോഗം വന്നു. ആദ്യം ഒരു കുഞ്ഞു മുഴ പോലെ വന്നു. ആദ്യത്തെ പരിശോധനയിൽ ഡോക്ടർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നാൽ 4 മാസം കഴിഞ്ഞ് വീണ്ടും അത് വളരുന്നതായിട്ട് തോന്നി. വീണ്ടും പരിശോധന നടത്തിയപ്പോൾ FNAC, അറിയാം, ഫൈൻ നീഡിൽ ആസ്പിറേഷൻ എന്ന് പറഞ്ഞ ഒരു കുത്തിയെടുത്ത് പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ ആണ് അത് കണ്ടുപിടിച്ചത്. അങ്ങനെ ഞാൻ 2017 ഓഗസ്റ്റ് മാസം RCCയിൽ അഡ്മിറ്റായി. കാല് വീണ്ടും ശസ്ത്രക്രിയ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി. ആ ശസ്ത്രക്രിയ കഴിഞ്ഞ് രോഗത്തിൻ്റെ ആ സാഹചര്യങ്ങളെ റിമൂവ് ചെയ്തെടുത്തു. പരിശോധനകളിൽ രോഗം ഇന്നത് തന്നെയാണെന്ന് അവർ കൺഫേം ചെയ്തു. എന്നാൽ ആ ശസ്ത്രക്രിയക്ക് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ മറിയാനിടയായത്. പ്രതീക്ഷിക്കാത്ത തലങ്ങളിലേക്ക് ജീവിതം പോയി. 27ാം വയസ്സിൽ ക്യാൻസർ മടങ്ങി വന്നു. അതിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഏതാണ്ട് 2-3 ആഴ്ച കഴിഞ്ഞ് ആ സർജറിയുടെ തുന്നൽ, അതിൻ്റെ സ്റ്റിച്ചസ് റിമൂവ് ചെയ്യാനായിട്ട് ഞങ്ങൾ RCCയിൽ ചെന്നു. സ്റ്റിച്ച് റിമൂവ് ചെയ്ത് മാത്രം കഴിയും മുമ്പേ ആ സർജിക്കൽ വൂണ്ട് ഇങ്ങനെ അങ്ങ് ഓപ്പണായി. എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഡോക്ടറോട് അതിനെപ്പറ്റി ആരാഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, റേഡിയേഷൻ ചെയ്ത ഭാഗമാണ് ഈ രോഗം വന്ന സൈഡ്. വർഷങ്ങൾക്ക് മുമ്പ് രോഗം വന്നപ്പോൾ നമ്മൾ ആ ഭാഗത്ത് റേഡിയേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ഈ രക്തഓട്ടം, ബ്ലഡ് സർക്കുലേഷൻ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ആ വൂണ്ട് സെറ്റിലാകാതെ വന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ബ്രേക്ക് ആയി പോയത്. ഞാൻ നോക്കുമ്പോൾ ഒരു വൈറ്റിഷ് കളറിൽ, വെള്ള നിറത്തിൽ എന്തോ ഒരു സാധനം ഇങ്ങനെ കാണാം. ഡോക്ടർ പറഞ്ഞത് കാലിൻ്റെ മുൻവശത്തുള്ള അസ്ഥിയാണ് ആ കാണുന്നത്. ഞാൻ വളരെ ആശങ്കപ്പെട്ടു. പല വഴികൾ ആരാഞ്ഞു. ഗ്രാഫ്റ്റിംഗ് അടക്കം ചെയ്യാനുള്ള ചിന്തകൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഇമ്പോസിബിൾ ആണ്, ആ ഭാഗത്ത് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത് അവിടെ പിടിക്കാനുള്ള സാധ്യത കുറവാണ്, സർക്കുലേഷൻ കുറവാണ് എന്നുള്ളതാണ് അതിൻ്റെ റീസൺ എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ വേദനപ്പെട്ടു. എന്നാൽ തുടർമാനമായിട്ട് ആ മുറിവ് കരിച്ചെടുക്കേണ്ടതിന് വേണ്ടിയിട്ട് ഞാൻ ആഴ്ചകളോളം, മാസങ്ങളോളം RCC ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി. ഞാനായിരുന്ന ശുശ്രൂഷ സാഹചര്യത്തിൽ നിന്ന് എനിക്ക് പിൻവാങ്ങേണ്ടി വന്നു. ഭവനത്തിൽ മടങ്ങി വന്ന് അനുദിനം ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി. അവർ തന്ന ഇന്റേണൽ മെഡിസിൻസ്, ഓയിൻമെൻറ്റുകൾ ഒക്കെ പ്രയോഗിച്ച് മുറിവ് കരിക്കാൻ വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു. അനുദിനം ആ മുറിവിൻ്റെ സാഹചര്യം വഷളാകുന്നതല്ലാതെ അത് ഒരു പൊറുക്കുന്ന അവസ്ഥയിലേക്ക് വന്നില്ല. അങ്ങനെ ഇരിക്കെ ജീവിതത്തിൽ ഏറ്റവും ഭീകരമായ ഒരു ദിനം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. 2017 ഡിസംബർ മാസം 26-ാം തീയതി എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഞാനൊന്ന് മറിഞ്ഞു വീണു. ഒരു ചെറിയ വീഴ്ച. നമ്മുടെ ആങ്കിൾ ട്വിസ്റ്റിംഗ് എന്ന് പറയും, നമ്മുടെ കാലിൻ്റെ കണ്ണ് മടങ്ങുന്ന ഒരു ചെറിയ, നമ്മുടെ കാലിലൊക്കെ നമുക്ക് എല്ലാവർക്കും സംഭവിക്കാറുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ പാദം ട്വിസ്റ്റായി കഴിഞ്ഞാൽ ഈ കണങ്കാലിൻ്റെ ഭാഗത്തൊരു വേദന പോലെ വരും. അങ്ങനെ ഒരു ചെറിയ വീഴ്ചയായിരുന്നു. എന്നാൽ പെട്ടെന്ന് എനിക്ക് അന്നേരം 80 കിലോ ഭാരം, ഇപ്പോഴും അത്രയും തന്നെയാണ്, ഒരു 80 കിലോയ്ക്ക് അടുത്ത് ഭാരമുണ്ട്. അപ്പോൾ എൻ്റെ 80 കിലോ ഭാരം എൻ്റെ കാല് ജെർക്കായപ്പോൾ അത് ആ ബലഹീനമായ കാലിൻ്റെ ആ ഭാഗത്തിന്, ആ രോഗബാധിതമായിരുന്ന ഭാഗത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല.
എനിക്ക് അതിനെപ്പറ്റി വ്യക്തമായൊരു അവബോധവുമില്ല. കാല് ചെറുതായിട്ടൊന്നും മടുത്തതേ ഉള്ളൂ. പക്ഷെ പെട്ടെന്ന് ഒരു ഉണങ്ങിയ മടല് ചവിട്ടി ഓടിക്കുന്നത് പോലൊരു ശബ്ദവും തലയ്ക്കകത്ത് ചൂട് പിടിക്കുന്നത് പോലെ ഒരു അനുഭവം എനിക്ക് അനുഭവപ്പെട്ടു. പെട്ടെന്ന് ഞാൻ താഴെ വീണു. എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. നല്ല ഉച്ച സമയമാണ്. 2017 ഡിസംബർ 26. ഞാന് പെട്ടെന്ന് ആശങ്കപ്പെട്ടു. എൻ്റെ കണ്ണിനകത്ത് ഇരുട്ട് കയറി. 1 മിനിറ്റ് കഴിഞ്ഞ് എന്താ അന്നേരം സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വീണ് കഴിഞ്ഞിടത്തുനിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കാണുന്നത് രോഗാതുരമായ ഭാഗം വെച്ച് എൻ്റെ വലങ്കാല് രണ്ടായിട്ട് അറ്റ് തൂങ്ങിപ്പോയൊരവസ്ഥയാണ്. കണങ്കാലിൻ്റെ അവിടെ ഉണ്ടാകേണ്ട ടെസ്റ്റിങ്ങിന് പകരം 80 കിലോ ഭാരം താങ്ങാനുള്ള ശേഷി രോഗാതുരമായ ഭാഗത്തിന് ഇല്ലാഞ്ഞതുകൊണ്ട് എൻ്റെ വലതുകാല് രണ്ടായിട്ട് ഒടിഞ്ഞ് ആ ഒടിഞ്ഞ ഭാഗം എൻ്റെ വീടിൻ്റെ മുറ്റത്തെ പൂഴിമണ്ണിൽ ഇടിച്ചു നിൽക്കുന്ന ഒരു അനുഭവമാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിലത്ത് വീണത്. ഏകദേശം കാലങ്ങ് കട്ട് ഓഫ് ആയതുപോലെ മാംസമൊക്കെ ചിന്നിച്ചിതറുന്ന തലത്തിൽ അസ്ഥികൾ പുറത്തേക്ക് തള്ളി ഒക്കെ വരുന്ന ഭീകരമായ അനുഭവം. ആദ്യം നിലവിളിച്ചപ്പോൾ എൻ്റെ നാവ് പുറത്തേക്ക് വരുന്നില്ല. എനിക്ക് ശബ്ദം പുറത്ത് വരുന്നില്ല. ഞാൻ ഘോര നിലവിളിച്ചു. എൻ്റെ മാതാവ് ഓടി വന്നു. അത് കണ്ടു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായി. തൊട്ട് മുമ്പിലുള്ള കടകളൊക്കെ ഉണ്ട് എൻ്റെ വീടിൻ്റെ മുമ്പിൽ. അവിടെയുള്ളവരൊക്കെ ഓടി വന്ന് എന്നെ താങ്ങി പിടിക്കാൻ നോക്കിയവർക്കൊക്കെ ചിലർക്ക് അൺകോൺഷ്യസ് ആയി പോകുന്ന അവസ്ഥ. കാരണം അതുപോലെ നിമിഷങ്ങൾക്കകത്ത് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് എൻ്റെ കാലിൽ നിന്ന് ബ്ലഡ് വമിക്കാൻ തുടങ്ങി. 108 എന്ന് പറയുന്ന നമ്പറിൽ ആരോ ഫോൺ ചെയ്ത് കുണ്ടറ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ആംബുലൻസ് ഒരു 10-15 മിനിറ്റ് കൊണ്ട് എൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് വന്ന് കയറി. വളരെ പ്രയാസപ്പെട്ട ഒരു തലയണയിലേക്ക് പിൻബലത്തിൽ അറ്റു തൂങ്ങി എൻ്റെ കാലും എന്നെയും കൂടെ അവരിങ്ങനെ വല്ലാതെ പണിപ്പെട്ടെടുത്ത സ്ട്രെച്ചറെ കിടത്തി വാഹനത്തെ കയറ്റി RCCയിലേക്ക് അവരെന്നെ കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് RCCയിൽ ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു, ഇത്രയും എമർജൻസി ഉണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങോട്ട് കൊണ്ടുവരരുത്. ഇവിടുത്തെ ട്രോമ കെയർ സംവിധാനങ്ങൾ അത്രത്തോളം പര്യാപ്തമല്ല. അതുകൊണ്ട് ഏറ്റവും നല്ല സംവിധാനങ്ങളുള്ള ഒരു ഹോസ്പിറ്റലിൽ കയറുക. കാലിൻ്റെ വെയിൻസ് വല്ലതും കട്ടായിട്ടുണ്ടെങ്കിൽ മരണം സംഭവിക്കാൻ വഴിയുണ്ട് എന്ന മുന്നറിയിപ്പിന്റെ വെളിച്ചത്തിൽ ശീഘ്ര വേഗതയിൽ ആംബുലൻസ് പോയി നിന്നത് തിരുവനന്തപുരത്തുള്ള കിംസ് എന്ന് പറയുന്ന കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ ആശുപത്രിയുടെ മുമ്പിലാണ്. പ്രാണം പോകുമോ എന്നുള്ള ഭയമായിരിക്കാം. ഒരു വല്ലാത്തൊരു സാഹചര്യം. ഞാൻ വാവിട്ട് നിലവിളിക്കുക. എനിക്ക് അതുപോലെ വേദനയുണ്ട്. വല്ലാത്തൊരു സാഹചര്യം. പെട്ടെന്നുണ്ടായ എമർജൻസി. ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുചെന്നപ്പോൾ അവര് കാല് കണ്ടപ്പോൾ അതിൻ്റെ അവസ്ഥകളൊക്കെ വളരെ ഭീകരമാണെന്ന് വിവരിക്കുകയും അപ്പോൾ ഞാൻ അന്ന് ഈ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാകുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് ഞാൻ ഇച്ചിരി ഭക്ഷണം കഴിച്ചത്. അതുകൊണ്ട് തന്നെ ഉടനെ ഒരു ശസ്ത്രക്രിയ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിലും അന്നേരം അവരതിന് തയ്യാറായില്ല. അന്ന് തന്നെ ചെയ്തു. എന്നെ പെട്ടെന്ന് എമർജൻസിയിൽ കയറ്റി അവര് ഈ രക്തം വമിക്കുന്നത് നിർത്താനുള്ള ചില നടപടികളൊക്കെ അന്നേരം തന്നെ ചെയ്ത് അന്ന് മുതൽ 2017 ഡിസംബർ 26 മുതൽ എത്രയോ ശസ്ത്രക്രിയകൾക്കിലൂടെ എനിക്ക് കടന്നു പോകേണ്ടി വന്നു സഹോദരങ്ങളെ. 2018 എന്ന് പറയുന്ന ഒരു വർഷം മുഴുവൻ ഞാൻ രോഗക്കിടക്കയിലായിരുന്നു. മാറി മാറിയുള്ള ശസ്ത്രക്രിയകൾ. വലതുകാലിൻ്റെ ഈ ഭാഗത്തെ ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാൻ ഇടതുകാലിൽ നിന്ന് മാംസങ്ങൾ ഒക്കെ എടുത്ത് ആ കാലയിൽ വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ എന്താ പറയുന്നത് മൈക്രോസ്കോപ്പിക് പ്ലാസ്റ്റിക് സർജറി, ഇല്ലിസാറോ റിംഗ് ഫിക്സേഷൻ, എക്സ്റ്റേണൽ ഫിക്സേറ്റർ, ബോൺ ട്രാൻസ്പോർട്ടിങ്, ഇങ്ങനെയൊക്കെ ഒത്തിരി ശസ്ത്രക്രിയകൾ വൈദ്യശാസ്ത്രത്തിന്റെ വിദഗ്ധന്മാരായ ഡോക്ടർമാർ എൻ്റെ ശരീരത്തിൽ നടത്തി. എത്രയോ ശസ്ത്രക്രിയകൾ, എത്രയോ ഭാരമേറിയ അനുഭവങ്ങൾ, അതിൻ്റെ പുറകിൽ വന്ന ഭൗതികമായ സാഹചര്യങ്ങൾ, അതൊക്കെ പറഞ്ഞാൽ തീരാത്തത്ര വേദനകളിൽ കൂടെ ഞാൻ കടന്നുപോയി. മാറി മാറി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ശരിയായ സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം 1-2 തവണയൊക്കെ ഒരാളെ സഹായിക്കും, കൂടെ നിൽക്കും, പ്രാർത്ഥിക്കും. പക്ഷേ അനുദിനം പിന്നെയും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ നാം പ്രതീക്ഷിക്കുന്നവരാരും നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. ഞാൻ ഉൾപ്പെട്ടു നിന്ന സമൂഹത്തിനൊക്കെ ഞാനൊരു ബാധ്യതയായെന്ന് കണ്ടപ്പോൾ പതുക്കെ എല്ലാവരും ഒരു സൈഡിലേക്ക് വലിയാൻ തുടങ്ങി. എനിക്ക് രംഗം മനസ്സിലാകാൻ തുടങ്ങി. പിന്നെ നമ്മുടെ സമൂഹമാണല്ലോ, തീർച്ചയായിട്ടും പുറകാലെ ഇങ്ങനെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ച് അവർ കണ്ടുപിടിക്കും. അത് വേറൊന്നുമല്ല, അത് എന്തോ വലിയ മഹാപാപം ചെയ്തതുകൊണ്ടാണ്
എന്നുള്ള നിലവാരത്തിലേക്കൊക്കെ കാര്യങ്ങളെ തിരിക്കാൻ നമ്മുടെ സമൂഹത്തിന് അറിയാം. ഞാൻ പുറത്തുള്ളവരെ പറ്റിയല്ല പറയുന്നത്, അകത്തുള്ളവരെ പറ്റിയാണ്. എനിവേ, അങ്ങനെ ക്ലേശങ്ങൾ ഒരുപാടായപ്പോൾ പലരും എന്നിൽ നിന്ന് അകന്നുപോയി. വളരെ വേദനയോടെ ഓർക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്നും പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഒരിക്കൽ എൻ്റെ വീട്ടിൽ വന്ന ഒരു ദൈവത്തിൻ്റെ ദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ എൻ്റെ കാലയിൽ ഈ ഫ്ലാപ്പിംഗ് ഒക്കെ ചെയ്ത ഭാഗത്ത് ഒത്തിരി സർജറികളൊക്കെ ചെയ്തിട്ടുണ്ട്. വല്ലാത്തൊരവസ്ഥയിലൊക്കെ ഇരിക്കുക കാല്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ അതിനകത്തോട്ട് ദുർഗന്ധം വമിക്കും. കാരണം അറിയാലോ, മനുഷ്യ ശരീരം അഴുകിയാലാണ് ഏറ്റവും ദുർഗന്ധം വമിക്കുന്നത്. എനിക്ക് പോലും ചില സമയത്ത് താങ്ങാൻ കഴിയത്തില്ലായിരുന്നു. അങ്ങനെ ഒരിക്കലും ഒരു ദൈവദാസൻ എൻ്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ എൻ്റെ കാലയിൽ നിന്ന് അല്പം ദുർഗന്ധം വരുന്നുണ്ടായിരുന്നു. അതാ മറ്റുള്ളവരുടെ അടുക്കലേക്ക് എത്താതിരിക്കാനുള്ള പരമാവധി കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ പുറത്തു വരുമായിരുന്നു. അങ്ങനെ ഒരിക്കലും ഒരു ദൈവദാസൻ വന്ന് എൻ്റെ റൂമിലേക്ക് കയറാൻ വന്നപ്പോൾ ഈ സ്മെല്ലടിച്ചപ്പോൾ അദ്ദേഹം കാല് പുറകോട്ട് വെച്ചു. ആ വാതിലിൽ നിന്ന് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കുറവോ കഴിവുകേടോ ഒന്നും അല്ല. അദ്ദേഹം പ്രാർത്ഥിച്ചു, കർത്താവെ, വേഗത്തിൽ അവിടുത്തെ ഹിതം നിറവേറണം. പറഞ്ഞത് എന്താണെന്ന് പരിജ്ഞാനമുള്ളവർക്ക് മനസ്സിലായി കാണും. എനിക്ക് ആ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ഹൃദയത്തിൽ വല്ലാത്ത ഭാരമുണ്ടായി. എന്നാൽ ഒരു പ്രതികരണവുമില്ലാതെ ഞാനിങ്ങനെ അനങ്ങാതെ ഇരുന്നു. എന്നാൽ മനുഷ്യന്റെ വിചാരങ്ങളെക്കാൾ, മനുഷ്യന്റെ പദ്ധതികളെക്കാൾ, മനുഷ്യരുടെ ചിന്താധാരകളെക്കാൾ അപ്പുറം പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ. ലോകം എഴുതി തള്ളിയിടത്തിൽ നിന്ന് കർത്താവ് ചേർത്ത് പിടിച്ചു. തകർന്നു പോകാൻ അവിടുന്ന് അനുവദിച്ചില്ല. 2019 പ്രഥമ ഘട്ടങ്ങളൊക്കെ വന്നപ്പോൾ കാലയിലെ ഇൻഫെക്ഷന്റെ റേറ്റ് ഒക്കെ ഒത്തിരി കുറഞ്ഞു. അത്ഭുതകരമായ ദൈവിക സൗഖ്യത്തിന്റെ അവസ്ഥകളിലേക്കൊക്കെ വന്നു ഒരു പരിധി വരെ. എന്നാൽ ഒരുപാട് ശസ്ത്രക്രിയകൾ, ഒരുപാട് തവണ അസ്ഥി മുറിച്ച് മറ്റു ഭാഗത്തുനിന്ന് അസ്ഥിയൊക്കെ എടുത്തു വെച്ച് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ശസ്ത്രക്രിയകളൊക്കെ നടത്തിയതിൻ്റെ വെളിച്ചത്തിൽ വലങ്കാലിൻ്റെ ആ ഒടിഞ്ഞു പോയ ഭാഗം വെച്ചിങ്ങനെ കുറെ വളഞ്ഞ ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അസ്ഥികൾ പൂർണ്ണമായും കൂടി യോജിക്കാത്തൊരവസ്ഥ. അതിൻ്റെ കാരണം റേഡിയേഷനാണ്. റേഡിയേഷന്റെ അതിപ്രസരം കൊണ്ട് അത് സാധ്യമായില്ല പൂർണ്ണ തോതിൽ. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ പൂർണ്ണ ഭാരം താങ്ങാനുള്ള ശേഷി എൻ്റെ വലങ്കാലിന് തിരിച്ചു വന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി കരഞ്ഞു, ഒത്തിരി നിലവിളിച്ചു. പക്ഷേ പലതും വിഫലമായി പോകുന്ന അവസ്ഥയുണ്ടായി. 2019 പ്രഥമ ഘട്ടമായപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ജോബിൻ, ഈ കാലിൽ ഇനി നമുക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റത്തില്ല. അകത്ത് ഇംപ്ലാന്റ് ഒക്കെ ചെയ്ത് ആഴ്ചകൾ കഴിയുമ്പോൾ അത് വീണ്ടും എടുത്ത് കളയുന്ന അവസ്ഥയൊക്കെ പലതവണ ഉണ്ടായിട്ടുണ്ട്. എല്ലാം വിശദീകരിക്കാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. അങ്ങനെ ക്ലേശങ്ങൾ ഒരുപാട് നേരിട്ടു. അവസാനം 2019 പ്രഥമ ഘട്ടത്തിൽ ഞാൻ ബ്രേസ് എന്ന് പറയുന്ന ഒരു ഉപകരണത്തിന്റെ സഹായത്തോടെ 1.5 വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ ആരംഭിച്ചു. നടക്കുക എന്ന് പറയുമ്പോൾ അങ്ങ് അറ്റം പോയൊരു 100-150 മീറ്റർ നടക്കുക, അതിനപ്പുറം പോകത്തില്ല. പ്രത്യേക തരത്തിലുള്ള ഒരു ചെരുപ്പൊക്കെ ഉണ്ടാക്കി ബ്രേസ് ഒരു എക്സ്റ്റേണലി ഫിറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അത് ഫിറ്റ് ചെയ്ത് അതിനകത്ത് ബെൽറ്റൊക്കെ ഇട്ട് മുറുക്കിയിട്ടാണ് ഞാൻ നടക്കുന്നത്. അല്ലാതെ എനിക്ക് നടക്കാൻ പറ്റത്തില്ല. സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് ഒരു കുടുംബജീവിതം സ്വപ്നം കാണാനുള്ള അവകാശമുണ്ടോ? അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് അഥവാ ഏതെങ്കിലും പെൺകുട്ടികൾ തയ്യാറായാലും അവരുടെ മാതാപിതാക്കൾ ഇങ്ങനെ ഒരാളെ വിവാഹം കഴിക്കാൻ സമ്മതിക്കൂ? അങ്ങനെയുള്ള സാഹചര്യങ്ങളെ പറ്റിയുള്ള ഒരു ചിന്ത പോലും എനിക്കില്ല. എൻ്റെ മാതാപിതാക്കൾക്ക് ആഗ്രഹമുണ്ട് ഈ മകനൊരു തുണ വേണമെന്നൊക്കെ. പക്ഷെ അത് ആഗ്രഹിക്കാനുള്ള റൈറ്റ് ആ സമയത്ത് നമുക്കില്ലായിരുന്നു. എങ്കിലും ദൈവം വിശ്വസ്തനാണ്. പ്രതീക്ഷിക്കാത്ത സമയത്ത് തികച്ചും ദൈവികമായ വഴിയിൽ കൂടെ തന്നെ ദൈവം എനിക്ക് വേണ്ടി ഒരു കുടുംബ ജീവിതം ഒരുക്കി തന്നു. ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ അടുത്ത തലങ്ങൾ തമ്പുരാൻ തുറക്കുന്നത് അവിടെ നിന്നാണ്. 2019 ഡിസംബർ 26, ഞാൻ പറയുന്നത് ഡേറ്റുകൾ ഓർമ്മ ഉള്ളവർക്ക് അത് മനസ്സിലായി കാണും. 17 ഡിസംബർ 26 എൻ്റെ കാല് തകരുന്നത്. എന്നാൽ 19 ഡിസംബർ 26 എനിക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവിതം സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ തന്നു. അന്ന് എൻ്റെ വിവാഹവേദിയിൽ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തേണ്ടതിനും ഞാൻ അനുഭവിച്ച നിന്ദയ്ക്കും പ്രതിസന്ധിക്കും വെല്ലുവിളിക്കും ഒക്കെ മറുപടി തരുന്നൊരു ദൈവമുണ്ടെന്ന ബോധ്യം സമൂഹത്തിന് വരുത്തേണ്ടതിനും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിനെല്ലാം ദൈവം ഉത്തരവാദിയാണെന്നും ഇന്ന് ഞാൻ ഒരു കുടുംബസ്ഥനാകുന്നതിൻ്റെ പൂർണ്ണ ക്രെഡിറ്റും ദൈവത്തിനുള്ളതാണെന്നും ബോധ്യപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വിവാഹവേദിയിൽ വിവാഹ ശുശ്രൂഷയ്ക്ക് അവസാനം ഞാൻ പറഞ്ഞൊരു സാക്ഷ്യം അവിടെ വന്നൊരു 10, 50, 500
പേരെ ഉള്ളായിരുന്നു. അത്രയും പേരെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. 10-700 പേരുള്ളതിൽ നമ്മളെ പരിഹസിക്കുകയും ദൂഷണം പറയുകയും ചെയ്യുന്ന ഒരു 10-20 പേരെ കാണും. ആ 20 പേരെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെങ്കിലും ആ അനുഭവ സാക്ഷ്യം കേട്ടത് ലോകം മുഴുവനാണ്. ഒരു പക്ഷേ നിങ്ങളിൽ ആരെങ്കിലും അത് കേട്ട് കാണും. സോഷ്യൽ മീഡിയയിൽ അക്കാലത്തിൽ ഞങ്ങളുടെ അനുഭവ സാക്ഷ്യം ഇങ്ങനെ വല്ലാതെ എന്താണ് പറയുന്നത്, വൈറലാകുന്ന ഒരു സാഹചര്യമൊക്കെ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ ശുശ്രൂഷയിൽ അവിടെ നിന്ന് ദൈവം കരം പിടിച്ചുയർത്താൻ തുടങ്ങി. പരിമിതികളുടെ ലോകത്താണ് ഞങ്ങളുടെ ജീവിതം ആരംഭിച്ചത്. വിവാഹം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞു. ഏകദേശം 2 വർഷം കഴിയുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്കൊക്കെ പലപ്പോഴും കാലയിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷനൊക്കെ വരും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അവസാനം 2021 ഒക്ടോബർ മാസത്തിൽ ഭീകരമായ ഇൻഫെക്ഷൻ കാലിലുണ്ടാകുകയും അവസാനം 4-4.5 വർഷത്തെ തീവ്രമായ പരിശ്രമങ്ങൾക്കൊടുവിൽ എന്നേക്കുമായി എനിക്ക് എൻ്റെ വലങ്കാല് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. 2021 ഒക്ടോബർ 28 എൻ്റെ വലത്തെ കാല് മുട്ടിന് താഴെ വെച്ച് മുറിച്ചു മാറ്റി. ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുമ്പോൾ എനിക്കിപ്പോൾ 35 വയസ്സുണ്ട്. ഈ 35 വയസ്സിനിടയ്ക്ക് 20 ശസ്ത്രക്രിയകൾ, വെല്ലൂർ CMC മെഡിക്കൽ കോളേജ് അടക്കം 8 ആശുപത്രികളിലായിട്ട് 20 ശസ്ത്രക്രിയകൾക്ക് വിധേയനായ ഒരു മനുഷ്യനാണ് ഞാൻ. ഇതൊക്കെ എങ്ങനെ തരണം ചെയ്യാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ്. പുകഴാനോ എൻ്റെ കഴിവാണ്, മിടുക്കാണ്, സാമർഥ്യമാണ്, ധൈര്യമാണെന്നൊന്നും പറയാൻ എനിക്കൊന്നുമില്ല. ദൈവം എന്നെ അത്ഭുതകരമായിട്ട് നടത്തി. ക്ലേശങ്ങളുടെ നടുവിൽ അനുദിനം തകർന്നു പോകാമായിരുന്നെങ്കിലും ദൈവം അതിന് അനുവദിച്ചില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടം കൊണ്ടൊന്നും അവസാനിച്ചില്ല കേട്ടോ. കാല് നഷ്ടപ്പെട്ടപ്പോൾ സമൂഹമെല്ലാം പറഞ്ഞു ഇതോടുകൂടി തീർന്നു, വല്ല പെട്ടിക്കടയോ മുറുക്കാൻ കടയോ ഒക്കെ ഇട്ട് ഏതെങ്കിലും ഒരു കോണിൽ ഒതുങ്ങിപ്പോകുമെന്ന് ഞാൻ പോലും ചിന്തിച്ച അവസ്ഥയിൽ നിന്ന് എൻ്റെ ദൈവം എൻ്റെ സാഹചര്യങ്ങളെ മാറ്റാൻ തുടങ്ങി. ശുശ്രൂഷയിൽ ഞങ്ങളെ ദൈവം പുറത്തെടുക്കാൻ തുടങ്ങി. പ്രതീക്ഷിക്കാത്ത നന്മകളിലേക്ക് ദൈവം ഞങ്ങളെ നടത്താൻ തുടങ്ങി. അത് വേറെ ഒന്നുമല്ല, വിവാഹം കഴിഞ്ഞ് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞപ്പോൾ തലമുറകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ ഞങ്ങൾ പോകുമ്പോൾ എൻ്റെ ശരീരത്തിന് ഒത്തിരി പ്രശ്നങ്ങളുള്ള ശരീരമായതുകൊണ്ട് അതിനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ള ചിന്താധാരകളൊക്കെ വൈദ്യശാസ്ത്രത്തിൻ്റെ റിപ്പോർട്ടുകൾ വെളിച്ചത്തിൽ ഡോക്ടർമാർ പറഞ്ഞു. എന്നാൽ അതിനെല്ലാം എൻ്റെ തമ്പുരാൻ പൊളിച്ചു. നിങ്ങളുടെ മുമ്പ് ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഇന്ന് 2 ആൺകുഞ്ഞുങ്ങളുടെ അപ്പനാണ്. അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവിതം കർത്താവ് ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ തന്നു. എൻ്റെ മൂത്ത കുഞ്ഞിന് 2.25 വയസ്സുണ്ട്, ഇളയ കുഞ്ഞിന് 7-8 മാസം പ്രായമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട 2 തലമുറകളെ കർത്താവ് തന്നു. എൻ്റെ പ്രിയപ്പെട്ടവൾ, ഞങ്ങൾ ഒരുമിച്ച് 2020 എൻ്റെ പ്രതിസന്ധിയുടെ പാരമ്യത്തിൽ എൻ്റെ ഭവനം കേന്ദ്രീകരിച്ച് ഞങ്ങൾ ആരംഭിച്ചൊരു പ്രാർത്ഥനാ കൂട്ടായ്മ ഇന്ന് ഏതാണ്ട് 10-25ഓളം വിശ്വാസികളുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയായിട്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കൊല്ലം നോർത്ത് സെൻറ്ററിലുള്ള ഒരു പ്രവർത്തനമായിട്ട് ഞാൻ അതുമായി ജോയിൻ ചെയ്യുകയും കഴിഞ്ഞ 2 വർഷത്തിലധികമായിട്ട് ആ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ശക്തമായി കർത്താവിൻ്റെ വേലയിൽ ഞങ്ങളുടെ തകർന്നു പോയ മണ്ണിൽ എൻ്റെ ഇച്ചിരി കൂടെ ഒന്ന് വൈകാരികമായിട്ട് പറഞ്ഞാൽ എൻ്റെ ചോര വീണ മണ്ണിൽ കർത്താവ് ഞങ്ങളെ ശക്തമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുക. സ്തോത്രം. അനേകരെ ഭീതിയിൽ നിന്ന്, വേദനയിൽ നിന്ന്, തീയിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ കർത്താവ് ഞങ്ങളെ കുടുംബമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കൃത്രിമക്കാരൻ്റെ അനുഭവത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്നിരുന്നാലും ഞാൻ നടന്നു പോകുന്ന കണ്ട ആർക്കും അറിയത്തില്ല ഇങ്ങനെ കാലില്ലാത്ത ഒരാളാ പോകുന്നതെന്ന്. ഒത്തിരി പ്രിയപ്പെട്ടവരുടെയൊക്കെ, ഒത്തിരി സ്നേഹിക്കുന്നവരുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടായപ്പോൾ എനിക്ക് ഒത്തിരി നല്ല ഗുണനിലവാരമുള്ള ഒരു കൃത്രിമക്കാല് വെക്കാനിടയായി. അതിന് പിന്നെയും പലവിധ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിലും ദൈവം ഞങ്ങളെ അത്ഭുതകരമായിട്ട് നടത്തുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാനൊരു കാര്യം പറയാം. കൈകാലുകളൊക്കെ ഉള്ളപ്പോൾ ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവം തന്നിരിക്കുന്ന പ്രൊവിഷൻസിന്റെ വില അറിയണമെങ്കിൽ അത് നഷ്ടപ്പെട്ടവരെ കാണുമ്പോഴേ നമുക്കത് അറിയത്തുള്ളൂ. എനിക്ക് വെച്ചിരിക്കുന്ന കൃത്രിമക്കാൽ ഒത്തിരി സാമ്പത്തിക ചെലവൊക്കെ ഉള്ള ഒരു സംഗതിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓരോ ടെസ്റ്റിങ്, നമ്മുടെ കാലിൻ്റെ ഓരോ ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതിനനുസരിച്ച് അതിൻ്റെ റേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതിന് വരുന്ന മെയിൻ്റനൻസും ഒക്കെ അതുപോലെ എക്സ്പെൻസീവാണ്. ഞാൻ നിങ്ങളോട് പറയുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, നമുക്ക് ദൈവം തന്നിരിക്കുന്ന അവയവങ്ങൾ പോലെ എത്രയായാലും ഈ കൃത്രിമത്വമുള്ള അവയവങ്ങൾ മനുഷ്യനിർമ്മിതമായതിനൊന്നും പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അതിൻ്റെ വില അറിയണമെങ്കിൽ അതിന് നഷ്ടം ഉണ്ടാകുമ്പോഴേ അത് അറിയത്തുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണ്.
എന്നെ പോലെ ഉള്ള അവസ്ഥയിൽ കൂടെ, അല്ലെ അതിലും ഭീകരമായ അവസ്ഥയിൽ കൂടെ ഒക്കെ അവയവങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഒത്തിരി മനുഷ്യരെ നമ്മുടെ സമൂഹത്തിൽ കാണാം. പക്ഷേ അവരാരെയും പോലെയല്ല. ദൈവം എന്നെ അത്ഭുതകരമായിട്ട് നടത്തുന്നു, ശ്രേഷ്ഠമായിട്ട് നടത്തുന്നു. പ്രതീക്ഷിക്കാത്ത വേദികളിലൊക്കെ കർത്താവ് നിർത്തി ആയിരങ്ങൾക്ക് ആശ്വാസമേകുന്ന വചനങ്ങൾ പറയാനൊക്കെ കർത്താവ് കുടുംബമായി ഞങ്ങളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, വിളിച്ച ദൈവം വിശ്വസ്തന. പാട്ടുകാരൻ പാടിയതുപോലെ നടത്തിയിടുന്നു ദൈവം എന്നെ നടത്തിയിടുന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. കാരണം ഞാൻ ഇന്ന് നടക്കുന്നത് ദൈവം നടത്തുന്നത് കൊണ്ടാണ്, ദൈവം അക്ഷരികമായിട്ട് എന്നെ നടത്തുന്നത് കൊണ്ടാണ്. 2 കൊരിന്ത്യർ ലേഖനം സ്തോത്രം 12-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളില് പൗലോസിന്റെ ജഡത്തിലെ ശൂലത്തെ മാറ്റേണ്ടതിന് താൻ അപേക്ഷിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നോട് പറഞ്ഞത്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അതിന് പൗലോസ് പറഞ്ഞൊരു റിപ്ലൈ ആണ്, എന്നെ എല്ലാ കാലത്തും ആവേശം കൊള്ളിക്കുന്നത്. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. താൻ ബലഹീനനായതുകൊണ്ട് ദൈവത്തിന്റെ ശക്തി അനുദിനം തന്നിൽ വർദ്ധിച്ചു വരുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ, വൈദ്യശാസ്ത്രത്തിന്റെ സർക്കാരിന്റെ രേഖപ്രകാരം 50% ഡിസബിലിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് ഞാൻ. നാം 50% ഡിസബിലിറ്റി ഉള്ള, 50% ബലഹീനതയുള്ള ആളാകുമ്പോൾ ബാക്കി 50% ഫില്ല് ചെയ്യാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്, കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നാം അനുദിനം വീക്കാണ്. കർത്താവെ, ഞാൻ ബലഹീനനാണ്. ഒരുപക്ഷെ ശാരീരിക ബലഹീനതയെ കുറിച്ച് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് നമ്മുടെ ബലഹീനത നാം ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുമ്പോൾ, കർത്താവെ ഞാൻ ബലഹീനനാണെന്ന് സമ്മതിക്കുമ്പോൾ നമ്മുടെ ബലഹീനതകളെ ഫില്ല് ചെയ്യുന്ന ആത്മാവിന്റെ ഒരു വലിയ സാന്നിധ്യം നമ്മുടെ മേലുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എനിക്ക് മറ്റൊരു ശുശ്രൂഷയുടെ സാഹചര്യം ഉള്ളത് കൊണ്ട് അടിയന്തരമായിട്ട് പോകണം. 5 മിനിറ്റ് അധികം എടുത്തുപോയി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഓർക്കുമ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രയർ മൂവ്മെന്റിനെ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വീണ്ടും 10,000-ങ്ങളെ ദൈവസ്നേഹത്തിലേക്ക് ആകർഷിക്കാൻ, ലക്ഷക്കണക്കിന് പേരുടെ ഭാരങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന പ്രാർത്ഥനാ സാഹചര്യങ്ങളിലേക്ക്, കർത്താവിങ്കിലേക്ക് അനേകരെ നയിപ്പാൻ ഈ കൂട്ടായ്മ മുഖാന്തരം ഇടയാക്കട്ടെ. ശുശ്രൂഷയ്ക്ക് എനിക്ക് അവസരം തന്ന പ്രിയപ്പെട്ട സഹോദരി സന്ധ്യ, അതിന്റെ ചുമതലപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാർ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു ഓൾ. പ്രാർത്ഥിക്കാമോ? തീർച്ചയായിട്ടും. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മനോഹരമേറിയ ഈ നല്ല പകലിനായിട്ട് സ്തോത്രം. ആമേൻ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് എളിയവന്റെ ശബ്ദം ശ്രവിച്ച എല്ലാ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് സഹായിക്കണം. ഈ അനുഗ്രഹീത പ്രയർ മൂവ്മെന്റിനായിട്ട് സ്തോത്രം. കർത്താവെ, അവര് ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന നൂറുകണക്കിന് വിഷയങ്ങളും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണുവാൻ കർത്താവ് സഹായിക്കണം. ഈ പ്രയർ മൂവ്മെന്റിന് നേതൃത്വം കൊടുക്കുന്ന സഹോദരങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക, ദൈവത്തിന്റെ ദാസന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ പ്രതിസന്ധികൾക്ക് ദൈവം പരിഹാരം വരുത്തിയതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അനേകരുടെ വിഷയങ്ങളുമായി എൻ്റെ മക്കൾ ഒരുമിച്ച് കൂടിച്ചേർന്ന് ഇടിവിൽ നിൽക്കുമ്പോൾ അവരെയും കർത്താവ് താങ്ങണം. അവരുടെ വിഷയങ്ങളിലും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെടണം. സകല മഹത്വവും ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു. ഒരുമിച്ച് നൽകിയ കൂട്ടായ്മയ്ക്കായി സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.